ജയ് മോഹൻജി വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു. അധ്യായം 8. ഒരു ഗുരുവുമായി ബന്ധം സ്ഥാപിക്കൽ. ചോദ്യം: എനിക്കൊരു ഗുരുവുമായും ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഉത്തരം: സംശയിക്കുന്ന മനസ്സ് കതകുകൾ അടയ്ക്കുന്നു. ഇതാണ് തടസ്സപ്പെടുത്തുന്ന ഘടകം. വിശ്വാസമാണ് പ്രധാനം. എല്ലാ ഗുരുക്കന്മാരും ഒന്നാണ്. നിങ്ങൾക്ക് അനായാസം ബന്ധപ്പെടുവാൻ കഴിയുന്ന ഗുരുവിനോട് ബന്ധം സ്ഥാപിക്കുക. നിങ്ങളുടെ ഞാനെന്ന ഭാവത്തെ ത്യജിക്കുക. നിങ്ങൾ താനേ ബന്ധപ്പെടും. ചോദ്യം: ഈ ഗുരുക്കന്മാർ എന്ന് പറയുന്നവരെല്ലാം എന്നെ നിരാശപ്പെടുത്തുന്നു. അങ്ങാകട്ടെ ഗുരുക്കന്മാരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എനിക്കിത് മനസ്സിലാകുന്നില്ല. നമുക്ക് അവരെ കൊണ്ട് എന്താണ് പ്രയോജനം? ഉത്തരം: ഗുരുക്കന്മാർ ചൂണ്ടുപലകകളാണ്. അവർ നിങ്ങളുടെ യാത്രയിൽ സഹായിക്കുന്നു. പരിചിതമല്ലാത്ത പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനം അറിയാമെങ്കിൽ, ഒരു ചൂണ്ടുപലക ഉപകാരപ്രദമായിരിക്കും. ലക്ഷ്യസ്ഥാനം അറിയാതെയോ ലക്ഷ്യസ്ഥാനമില്ലാതെയോ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു ദിശാസൂചിയുടെ ആവശ്യകതയില്ല. അവയില്ലാതെ തന്നെ നിങ്ങൾക്ക് ശാന്തതയുണ്ടാകും. ഗുരുക്കന്മാരുടെ കാര്യത്തിലും അതുപോലെയാണ്. ആത്മീയ വികസനമാണ് ലക്ഷ്യമെങ്കിൽ ഗുരുക്കന്മാർ സഹായികളായിരിക്കും. ഉദ്ദേശം വെറും നേരം പോക്കോ പരീക്ഷണമോ സ്വാദറിയലോ ആണെങ്കിൽ ഗുരുക്കന്മാർ ശല്യമായിരിക്കും. ഗുരുക്കന്മാരെക്കുറിച്ച് മോഹഭംഗം ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്നാൽ നാം പ്രതീക്ഷകൾ വളർത്തുന്നു. ഗുരു എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആത്മീയമായ ഔന്നത്യവും മൗലികമായ ചിന്തകളെയും അറിവുകളെയും വിവേകത്തെയും പകർന്നു തരുവാൻ കഴിവുമുള്ള ഒരു വ്യക്തിയെയാണ്. മറ്റുള്ളവരുടെ ആശയങ്ങളെ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായി അധ്യാപകനായ ഒരു ആചാര്യനെയല്ല. ഇതിനെപ്പറ്റി ആശയക്കുഴപ്പം ഉണ്ടാകരുത്. ആചാര്യന്മാർ, അതായത് അധ്യാപകർ, ധാരാളമുണ്ട്. ശരിയായ ഗുരുക്കന്മാർ ചുരുക്കമാണ്. നാം ഒരു ഗുരുവിനെ ആദ്യമായി കാണുമ്പോൾ ആദ്യത്തെ കുറേ ദിവസങ്ങൾ അദ്ദേഹം ആരാണ്, എന്ത് തരക്കാരനാണ്, ആത്മീയതയുടെ ഏതു മാർഗത്തിൽ അഥവാ സമ്പ്രദായത്തിൽ ഉൾപ്പെടുന്നു എന്നെല്ലാമുള്ള ബുദ്ധിപരമായ അപഗ്രഥനത്തിൽ ചെലവഴിക്കുന്നു. ഏതെങ്കിലും ഒരു ഇനത്തിൻ്റെ ചട്ടക്കൂട്ടിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുവാൻ നാം ഉത്സുകരാണ്. നാം വ്യവസ്ഥിതരായ ജീവികളായതുകൊണ്ട് നമ്മുടെയെല്ലാം അകത്ത് അതിർത്തി നിശ്ചയിക്കപ്പെട്ട കള്ളികൾ ഉണ്ട്. നമ്മുടെ അറിവിനെയോ ഉപാധികളെയോ അനുസരിച്ച് നാം ഒരു ഗുരുവിനെ ഇനം തിരിക്കുവാൻ ശ്രമിക്കുന്നു. ഒരു കള്ളിക്കും പാകമാകുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നു. ചില ഗുരുക്കന്മാരുടെ ഔന്നത്യത്തിൻ്റെ തലം മനസ്സിലാക്കുവാനുള്ള വികാസം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഇത് സ്വാഭാവികമാണ്. അപഗ്രഥനത്തിനു ശേഷം നാം ഗുരുവിൻ്റെ പെരുമാറ്റത്തെയോ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ സാരത്തെയോ വിലയിരുത്താൻ തുടങ്ങുന്നു. ഇതിനെ നാം മുമ്പ് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുള്ള ഗുരുക്കന്മാരുമായി താരതമ്യപ്പെടുത്തുവാൻ തുടങ്ങുന്നു. കുറേയൊക്കെ യോജിക്കുന്നുണ്ടെങ്കിൽ പുതിയ ഗുരുവിനെ നാം സ്വീകരിച്ചേക്കാം. ചുരുക്കത്തിൽ ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. ഓരോ ഗുരുവും കുറേ വ്യക്തികളുടെ അഭിരുചികൾക്ക് ഇണങ്ങുന്നു. എല്ലാ ഗുരുക്കന്മാർക്കും അവരവരുടെ മണ്ഡലങ്ങളിൽ നിശ്ചിതമായ ചുമതലകൾ ഉണ്ട്. പിന്നെ ഗുരുക്കന്മാരും അസാധാരണമായ രീതിയിൽ പെരുമാറുന്നു. അനർഹരായ ശിഷ്യന്മാരെ വ്യതിചലിപ്പിക്കാനായി ചില ഗുരുക്കന്മാർ പുകവലിക്കുന്നു, ചിലർ ലഹരി പാനീയങ്ങൾ കുടിക്കുന്നു, ചിലർ ഭ്രാന്തന്മാരെ പോലെ പെരുമാറുന്നു. സംശയാലുവായ ഒരു അന്വേഷകൻ ഈ ശീലവൈകൃതങ്ങൾ കണ്ട് അമ്പരന്നു പോകുകയും ഒടുവിൽ വിട്ടുപോവുകയും ചെയ്യുന്നു. ഒരു ശരിയായ ഗുരുവിന് ശരിയായ ശിഷ്യന്മാരെ മാത്രമേ ആവശ്യമുള്ളൂ. ആകസ്മികമായി എത്തുന്നവരെ ആവശ്യമില്ല. അതുകൊണ്ട് ഒരു ഗുരുവിൻ്റെ പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ യോഗ്യത നിർണയിക്കരുത്. ഓരോ പ്രവൃത്തിക്ക് പിന്നിലും ഒരു ഉദ്ദേശമുണ്ടാകും, ഉന്നതമായ ലക്ഷ്യമുണ്ടാകും. ഓരോ പ്രവൃത്തി കൊണ്ടും ഒരു ലക്ഷ്യം തെളിയിക്കപ്പെടുന്നു. ഒരു യഥാർത്ഥ ഗുരുവിനെ ഒരു ചട്ടക്കൂടിൽ പരിമിതപ്പെടുത്തരുത്. എന്തുകൊണ്ടെന്നാൽ അത് നിങ്ങളുടെ പരിമിതിയായിരിക്കും, ഗുരുവിൻ്റേതല്ല. 2. മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ കഴിവ് പരിമിതമാണ്. അത് വെച്ചൊരു യഥാർത്ഥ ഗുരുവിനെ വിലയിരുത്തരുത്. മുഖ്യമായ കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പോകും. 3. ഒരു ഗുരുവിൻ്റെ പാഠങ്ങളെ നിങ്ങൾക്ക് യോജിക്കുന്നുവെങ്കിൽ മാത്രം സ്വീകരിക്കുക. നിങ്ങൾക്ക് ദഹിക്കുവാൻ കഴിയുന്നതിൽ കൂടുതൽ ഭക്ഷിക്കരുത്. അത് ആത്മീയ വികാസത്തെ സഹായിക്കുകയില്ല. 4. ഒരു യഥാർത്ഥ ഗുരു ഒഴുകുന്ന, നിരുപാധികമായി പോഷിപ്പിക്കുന്ന പ്രകൃതിയുള്ള ഒരു നദിയെപ്പോലെയാണ്. അതിൽ നിന്ന് എത്ര വെള്ളം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നദിയെ ഒഴുകുവാനും മറ്റുള്ളവരെ വെള്ളം എടുക്കുവാനും അനുവദിക്കുക. നദി നിങ്ങളുടേതുമല്ല, മറ്റുള്ളവരുടേതുമല്ല.
ഉന്നതനായ ഒരു ഗുരുവിൽ നിന്ന് ശരിയായ പ്രയോജനങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉപാധികൾ ഇല്ലാതിരിക്കണം. 5. ആത്മീയമായി വികസിക്കണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഉപാധികൾ ഇല്ലാതെ ആയിരിക്കണം. പലരും അവരുടെ വികാസത്തിന് ആവശ്യമുള്ളതല്ല, അവർക്ക് ഇഷ്ടമുള്ളതാണ് സ്വീകരിക്കുന്നത്. പോഷക ഗുണമുള്ള ആഹാരത്തിന് പകരം കൂടുതൽ സ്വാദുള്ളത് സ്വീകരിക്കുന്നത് പോലെ. അധികം ആളുകളും അങ്ങനെയാണ് ചെയ്യുക. നമുക്ക് ആവശ്യമായത് എന്തെല്ലാമാണെന്ന് ഒരു ഗുരുവിന് അറിയാം. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അദ്ദേഹം അത് മാത്രമേ നൽകുകയുള്ളൂ. നാം ഒരു യഥാർത്ഥ ഗുരുവിനെ സംശയിക്കുമ്പോൾ നാം അദ്ദേഹത്തിൽ നിന്നുള്ള ഊർജത്തെ തടയുകയാണ് ചെയ്യുന്നത്. ആ ഊർജപ്രവാഹത്തെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന വാതിലാണ് വിശ്വാസം. സന്ദേഹമാകട്ടെ അതിനെ തടസ്സപ്പെടുത്തുന്നു. ജനങ്ങൾ പലപ്പോഴും തങ്ങൾ പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ ഗുരുവിനെ നിന്ദിക്കുന്നു. പലപ്പോഴും ആത്മീയമായവയല്ല, ഭൗതികമായവയായിരിക്കും പ്രതീക്ഷിച്ചത്. ഇത് ശരിയല്ല. തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ തയ്യാറാകൂ. നിങ്ങൾക്ക് പലതും നേടാനുണ്ട്. കെണികളിൽ വീണു പോകാതിരിക്കാനായി നിങ്ങളുടെ ബുദ്ധിയും വിവേകവും ഉപയോഗിക്കുക. ഈ പ്രപഞ്ചത്തിൽ യഥാർത്ഥമായി ഒരു ഗുരു മാത്രമേയുള്ളൂ, പിതാവ്, പരബ്രഹ്മം അല്ലെങ്കിൽ അള്ളാ. മറ്റുള്ളവരെല്ലാം ആ ഒരു ഗുരുവിൻ്റെ പ്രാതിനിധ്യങ്ങളാണ്. നിങ്ങളെ ആ ഒരു ഗുരുവിലേക്ക് എത്തിക്കുന്ന വഴികാട്ടികളാണ്. ആ ഗുരുവിൻ്റെ പ്രതിനിധിയാണ് നിങ്ങളുടെ ദേഹത്തിൽ വസിക്കുന്ന ആത്മാവ്. ആ ആത്മാവിനെ ആരാധിക്കുക, ആ ആത്മാവിനെ പരിപാലിക്കുക. അതിൽ കൂടി നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തും. ചോദ്യം: നമ്മെ നയിക്കുവാൻ നാം ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഉത്തരം: സദ്ഗുരുക്കന്മാരെ, അതായത് നിസ്വാർത്ഥരായ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന, നിങ്ങളിൽ നിന്ന് ഒന്നും ആവശ്യമില്ലാത്ത ഗുരുക്കന്മാരെ. തനിക്ക് പല ആവശ്യങ്ങളും ഉള്ള ഒരു ഗുരു അരക്ഷിതത്വബോധം ഉള്ളവനാണ് എന്നറിയുക. അദ്ദേഹം നിങ്ങളുടെ അരക്ഷിതാവസ്ഥയെ ചൂഷണം ചെയ്യുകയേ ഉള്ളൂ. നിങ്ങളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കാത്തവനും എല്ലാ ജീവികളോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞവനുമായ ഒരു സദ്ഗുരു നിങ്ങളെ ഒരിക്കലും ചൂഷണം ചെയ്യുകയില്ല. അദ്ദേഹം നിങ്ങളെ ഉയർന്ന അവബോധത്തിലേക്ക് കൊണ്ടുപോവുകയും നിങ്ങളുടെ അരക്ഷിതത്വത്തെ ഉന്മൂലനം ചെയ്യുവാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ അരക്ഷിതത്വം താനേ അപ്രത്യക്ഷമാകും. പ്രധാനമായി ഉണർന്നിരിക്കുമ്പോഴും കുറേയൊക്കെ സ്വപ്നാവസ്ഥയിലുമാണ് അരക്ഷിതത്വം ഉണ്ടായിരിക്കുക. ഗാഠനിദ്രാവസ്ഥയിലും തുരീയാവസ്ഥയിലും അരക്ഷിതത്വമില്ല. അരക്ഷിതത്വത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏറ്റവും നല്ല മാർഗം നിലനിൽപ്പിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തുക എന്നതാണ്. അതാണ് കാർമ്മികമായും കൂടുതൽ സുരക്ഷിതമായത്. ധാരാളം ചിന്തകൾ, കുറഞ്ഞ വാക്കുകൾ, അതിലും കുറഞ്ഞ പ്രവർത്തനം, ഇതാണ് പ്രവർത്തനത്തിൻ്റെ കാലാനുക്രമം. ഓരോ തലത്തിലും അരക്ഷിതത്വം മറഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. എന്തുകൊണ്ടെന്നാൽ എല്ലാ ചിന്തകൾക്കും വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഒരു നിശ്ചിത കാലാവധിയുണ്ട്. അവ പ്രകൃത്യാ താൽക്കാലികമാണ്. ശരീരം താൽക്കാലികമാണ്. വികാരങ്ങൾ താൽക്കാലികമാണ്. ഏത് തരത്തിലുള്ള ശൂന്യതയും അരക്ഷിതത്വത്തെ വളർത്തിയേക്കാം. ഉപബോധതലത്തിൽ വിവേചനരഹിതമായി ധാരണകൾ ശേഖരിക്കപ്പെടുകയും കുഴഞ്ഞ ഫലങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെന്ന നിലയ്ക്ക് കടഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുമ്പോൾ ബോധമനസ്സിനെ സംബന്ധിച്ചിടത്തോളം അരക്ഷിതത്വമാണ് ഫലം. ഒരാൾ സന്തോഷത്തിനു വേണ്ടി സമ്മർദ്ദത്തിലാകുമ്പോൾ മുറുക്കം കുമിഞ്ഞുകൂടുന്നു. ഇതിൻ്റെ അർത്ഥം അയാൾ മനഃപൂർവ്വം പല വിനോദങ്ങളിലും അവയെ ആസ്വദിക്കുവാൻ കഴിയാതെ ഏർപ്പെടുന്നു എന്നാണ്. അത് കൂടുതൽ ക്ലേശത്തിന് കാരണമാകുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും വിശ്രമ ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചെത്തുന്നവരിൽ ഉന്മേഷമുള്ളവരെക്കാൾ അധികം ക്ഷീണമുള്ളവരെ നാം കാണുന്നത്. അവർ അവധിക്കാലത്ത് തങ്ങളെ തന്നെ ക്ഷീണിപ്പിക്കുകയും അതു കാരണമായി കായികവും മാനസികവും ധനപരവുമായ തളർച്ചയെ നേരിടുകയും ചെയ്തു. അങ്ങനെ ജീവിതശൈലി അരക്ഷിതത്വത്തെ വളർത്തുന്നു. അഹംഭാവവും അരക്ഷിതത്വത്തെ വളർത്തുന്നു. പ്രത്യേകിച്ച് സ്ഥിരമായി നാം കൂടുതൽ മെച്ചപ്പെടുന്നുണ്ടെന്ന് തെളിയിക്കേണ്ടതായി വരുമ്പോൾ അത് തീർച്ചയായും സമ്മർദ്ദമാണ്. തുടർച്ചയായ സമ്മർദ്ദത്തിൻ്റെ ഫലം അരക്ഷിതത്വമാണ്. ചോദ്യം: നാം എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക? ഉത്തരം: മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിനെക്കുറിച്ച് വേവലാതിപ്പെടരുത്. നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് സത്യസന്ധത പുലർത്തുന്നിടത്തോളം കാലം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കാര്യമാക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നു കൊണ്ട് ഒന്നും തെളിയിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യരുത്.
2. മറ്റുള്ളവരെക്കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടുകയും നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുകയും ചെയ്യരുത്. ഇവിടെ ജനിച്ചവരെല്ലാം അവരവരുടെ കർമ്മങ്ങൾ ചെയ്തു തീർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അറിയുക. അവർ അത് ചെയ്തു കൊള്ളട്ടെ, ഉപദ്രവിക്കണ്ട. 3. വിവേചനമില്ലാതെ ഇന്ദ്രിയ വസ്തുക്കളുടെ പിന്നാലെ പോകരുത്. ഇന്ദ്രിയങ്ങൾ മനസ്സിനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അവയെ ബുദ്ധിയുടെ തലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അപ്രകാരം നിങ്ങളുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുവാൻ ഇന്ദ്രിയങ്ങളെ അനുവദിക്കാതിരുന്നാൽ പിരിമുറുക്കം കുറയും, ക്ലേശവും കുറയും. 4. ആകർഷകമായ ഒരു പരസ്യം കാണുമ്പോഴേക്കും അതിൽ മോഹിച്ചു പോകരുത്. ഈ സമയത്ത് ആ വസ്തു വാസ്തവത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ എന്ന് അപഗ്രഥിക്കുവാനും തീരുമാനിക്കുവാനും ബുദ്ധിയെ അനുവദിക്കുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, കടം മേടിച്ച ആഗ്രഹങ്ങൾക്ക് ഇരയാകരുത്. പുതിയ മാതൃകകൾ ആണെന്നത് വാങ്ങുവാനുള്ള മാനദണ്ഡമാകരുത്. പ്രയോജനമായിരിക്കണം മാനദണ്ഡം. നിസ്വാർത്ഥ സേവനം ചെയ്യുക. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും ക്ലേശങ്ങളും മനസ്സിലാക്കുകയും നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിനും രാജ്യത്തിനും പ്രയോജനപ്പെടുന്നവരാകാൻ പരിശ്രമിക്കുകയും ചെയ്യുക. ലോകത്തെ മുഴുവൻ സഹായിക്കുവാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് അത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തതയും ഉയർന്ന കാഴ്ചപ്പാടും ഉണ്ടാക്കും. അത് നിങ്ങളെ ഉയർന്ന അവബോധത്തിലേക്ക് നയിക്കും. താൽക്കാലികത നിങ്ങളെ ബാധിക്കാതാകും. നിസ്വാർത്ഥ സേവനം ജീവിതത്തിലെ അരക്ഷിതത്വങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന വിഷാദത്തെ നശിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ്. നിസ്വാർത്ഥ സേവനം താൻ തന്നെ ചെയ്യണം, മറ്റൊരാൾ കൂടി ചെയ്താൽ പോരാ. ആ പ്രവർത്തനം നിങ്ങൾക്ക് അനുഭവപ്പെടണം. നിങ്ങൾക്ക് മഹത്തായ ആത്മീയ വികാസം ആശംസിക്കുന്നു. ചോദ്യം: ആത്മീയമായ സമാശ്വാസത്തിന് എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ഉത്തരം: നിങ്ങളുടെ ഉള്ളിൽ തന്നെ. ചോദ്യം: ലക്ഷ്യസ്ഥാനം അന്വേഷകന്റെ അകത്തു തന്നെയാണെങ്കിൽ ഗുരുവിനെ കൊണ്ട് എന്താണ് പ്രയോജനം? ഉത്തരം: യഥാർത്ഥ ഗുരുക്കന്മാർ നിങ്ങളെ നിങ്ങളിലേക്ക് തന്നെ, നിങ്ങളുടെ ആത്മാവിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. ചോദ്യം: ഒരു ഗുരുവിനെ സമീപിക്കുമ്പോൾ അന്വേഷകന് ആവശ്യം വേണ്ടത് എന്താണ്? ഉത്തരം: വിശ്വാസവും തുറന്ന മനസ്സും. ഇവ കൈവശമില്ലെങ്കിൽ നിങ്ങളുടെയും അദ്ദേഹത്തിൻ്റെയും സമയം പാഴാക്കരുത്. ചോദ്യം: നാം ഗുരുവിനെ കണ്ടുമുട്ടുന്നത് എല്ലായ്പ്പോഴും ഭൂതകാല ബന്ധങ്ങൾ കൊണ്ടാണോ? ഉത്തരം: അതുകൊണ്ടും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അനുശാസനങ്ങളെയും സ്വീകരിക്കാനുള്ള നിങ്ങളുടെ അർഹത കൊണ്ടുമാണ്. എല്ലായ്പ്പോഴും ഒരു പൂർവ്വബന്ധം ഉള്ളതുകൊണ്ടല്ല, അധികവും നിങ്ങളുടെ ആത്മീയ വികാസത്തെ അടിസ്ഥാനമാക്കിയുള്ള അർഹത കൊണ്ടാണ്. ചോദ്യം: സാഷ്ടാംഗ നമസ്കാരം, ഗുരുവിൻ്റെ കാൽക്കൽ മുഖം അർപ്പിച്ച് കമിഴ്ന്നു കിടക്കൽ എന്തിനു വേണ്ടിയാണ്? ഉത്തരം: ഗുരുക്കന്മാരുടെ കാൽക്കൽ ദണ്ഡനമസ്കാരം ചെയ്യുവാൻ നാം പണ്ടേ പരിശീലിച്ചിട്ടുണ്ട്. നമ്മുടെ പൂർവികന്മാർ അങ്ങനെ ചെയ്യാറുണ്ട്. നാം ഗുരുത്വത്തോടെ ഈ പതിവ് അനന്തരാവകാശമായി പിന്തുടർന്നു. ഇത് നമ്മിൽ കൂടുതൽ നന്മയും ഭാരക്കുറവും ഉണ്ടാക്കുന്നതായി തോന്നിച്ചു. തീർച്ചയായും. എന്നാൽ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്കറിയാമോ? അത് ആദരവ് കാണിക്കലാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നാം നമസ്കരിക്കുന്ന ഗുരു പരമമായ സത്യത്തിൽ ഉറച്ചവനാണെന്ന്, അതായത് ദൈവസാക്ഷാത്കാരം നേടിയവനാണെന്ന് നാം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ആത്യന്തികമായ പരമമായ സത്യത്തിന്മേലാണ് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ വിശ്രമിക്കുന്നത് എന്ന് നാം അംഗീകരിക്കുന്നു. ബാഹ്യരൂപത്തിൻ്റെയല്ല, അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തിൻ്റെ മുമ്പിലാണ് നാം നമസ്കരിക്കുന്നത്. അന്തിമമായ സത്യത്തിൽ സ്ഥാപിക്കപ്പെട്ടവൻ എന്ന ഔന്നത്യം, അദ്ദേഹത്തിൻ്റെ സ്ഥിതിയിലേക്ക് എത്തുവാൻ നാമും ആഗ്രഹിക്കുന്നു. ദൈവസാക്ഷാത്കാരം നേടുവാൻ നാമും ആഗ്രഹിക്കുന്നു. ഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ നാം നമ്മുടെ ശിരസും ഹൃദയവും ഒരേ നിരപ്പിൽ വയ്ക്കുന്നു. അത് നമ്മുടെ അഹങ്കാരത്തെയും ബുദ്ധിയെയും ഇല്ലാതാക്കുന്നു. നാം ഗുരു പ്രതിനിധാനം ചെയ്യുന്ന അഥവാ ഗുരു പ്രതിഷ്ഠിതനായ ആ ദൈവത്തിന് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇപ്രകാരം നാം നമ്മെ പൂർണ്ണമായും ശുചീകരിക്കുന്നു. ഗുരുകൃപ അനുഗ്രഹമായി ഒഴുകുമ്പോൾ നാം അനായാസേന നമ്മുടെ ചില ലൗകിക വാസനകളെ ദഹിപ്പിക്കുകയും ചെയ്യുന്നു. പൂർണ്ണമായ ആത്മീയ വികാസം ഉൾപ്പെടെ എല്ലാത്തിനും ഗുരുകൃപ അത്യന്താപേക്ഷിതമാണ്. ജയ് മോഹൻജി. താങ്ക് യു.